ഗൾഫിൽ കഴിഞ്ഞയാഴ്ച ഒട്ടനവധി പരിപാടികൾ നടന്നു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്ത പ്രവാസോത്സവമായിരുന്നു ഇതിൽ പ്രധാനം. ശ്രീനാരായണ ഗുരുവിന്റെ അനുസ്മരണം കൂടിയായിരുന്നു ഈ യോഗം. അതോടൊപ്പം തന്നെ ബഹ്റൈനിലും അബുദാബിയിലും നവരാത്രി ആഘോഷങ്ങൾ നടന്നു. ബൊമ്മക്കലു വളരെ ഭംഗിയായാണ് ഇവരെല്ലാം ഒരുക്കി വെച്ചത്. ഒട്ടനവധി കാഴ്ചകളുണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മലയാളി അമ്മമാരുടെ ആഘോഷമാണ്. ഇത്തരം ആഘോഷ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. സീഷൽ ഇവന്റ്സ് ആണ് ഗുരുസ്മൃതി പ്രവാസോത്സവം ദുബായിൽ സംഘടിപ്പിച്ചത്. മുഖ്യ പ്രഭാഷകനായാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എത്തിയത്. ശ്രീനാരായണ ഗുരു ഒരു ജാതിയുടെയും സന്യാസിയല്ലെന്നും കർമ്മയോഗിയും വിപ്ലവകാരിയുമായ പരിഷ്കർത്താവാണ് ഗുരുവെന്നും കോടിയേരി ബാലകൃഷ്ണൻ സമ്മേളനത്തിൽ പറഞ്ഞു. മനുഷ്യനെ ജാതി ഒന്നേ ഉള്ളൂ, മതം ഒന്നേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ, ഉൽപ്പത്തി സ്ഥാനം ഒന്നേ ഉള്ളൂ, ആകൃതി ഒന്നേ ഉള്ളൂ. ഈ മനുഷ്യവർഗത്തിൽ ഭേദം ഒന്നും തന്നെ ഇല്ല എന്നാണ് ശ്രീനാരായണ ഗുരു പ്രഖ്യാപിച്ചത്. ഗുരുവിന്റെ സന്ദേശം വ്യാപകമായി പ്രചരിപ്പിക്കാൻ കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കുഞ്ഞു മുഹമ്മദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ KL ഗോപി അധ്യക്ഷനായിരുന്നു. ഗൾഫ് മോഡൽ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് A നജീദ് ശ്രീനാരായണ ഗുരുവിനെ അനുസ്മരിച്ച് സംസാരിച്ചു. കൊച്ചുകൃഷ്ണൻ, UA എക്സ്ചേഞ്ച് CEO പ്രമോദ് മങ്ങാട്, KMCC ദുബായ് പ്രസിഡന്റ് അൻവർ നഹാർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. സാമൂഹ്യ സാംസ്കാരിക വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നാടകമടക്കം വിവിധ കലാപരിപാടികൾ അരങ്ങേറി. UAEയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകളാണ് ഗൾഫ് മോഡൽ സ്കൂളിൽ നടന്ന ഗുരുസ്മൃതി പ്രവാസോത്സവത്തിൽ പങ്കെടുക്കാൻ ദുബായിൽ എത്തിയത്. കഴിഞ്ഞ 18 വർഷമായി ബഹ്റൈനിൽ താമസിക്കുന്ന പാലക്കാട് സ്വദേശിയായ ശ്യാംകൃഷ്ണനും കുടുംബവും ബഹ്റൈനിലെ ഏറ്റവും വലിയ ബൊമ്മക്കലുവാണ് ഇത്തവണ ഒരുക്കിയത്. ഓരോ വർഷവും കൂടുതൽ ബൊമ്മകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ കോള് ഒരുക്കുന്നത്. ഉയരത്തിൽ പടികൾ കെട്ടി മരം, മണ്ണ്, തുണി എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ബൊമ്മകൾ മനോഹരമായി അലങ്കരിച്ചാണ് ഈ പടികളിൽ നിരത്തിവെക്കുന്നത്. ഈ വർഷം 2000-ഓളം ബൊമ്മകളാണ് ഇവരുടെ ശേഖരത്തിലുള്ളത്. നിരവധി പേരാണ് ദിനം പ്രതി നവരാത്രി ആഘോഷങ്ങളിൽ ഇവിടെ എത്തി ബൊമ്മക്കല് കാണുന്നത്. നിവേദ്യങ്ങൾക്ക് പുറമെ ധാന്യങ്ങൾ, മധുരം, ഫലങ്ങൾ എന്നിവയും വരുന്നവർക്ക് ഇവർ നൽകാറുണ്ട്. ഇക്കൊല്ലം ബഹ്റൈനിലെ പ്രശസ്തമായ ബൊമ്മക്കല് കാണാൻ ജർമ്മനിയിൽ നിന്ന് വരെ ആളുകളെത്തി. ഇന്ത്യയുടെ അതിർത്തിയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ സംരക്ഷണത്തിനായി പോരാടുന്ന ജവാന്മാർക്കായി പ്രത്യേക കൊലു ഒരുക്കിയതായി ശ്യാമിന്റെ പത്നി പത്മകൃഷ്ണ പറഞ്ഞു. ഫേസ്ബുക്കിൽ തുടങ്ങിയ സൗഹൃദം ദുബായ് റാഷിദ് ആശുപത്രി ലൈബ്രറി ഹാളിലേക്ക് വലിയ ജനക്കൂട്ടമായി എത്തി. 7000-ഓളം സജീവ അംഗങ്ങളുള്ള മലയാളി അമ്മമാരുടെ കൂട്ടായ്മയുടെ ആഘോഷ ദിവസം ഈണം എന്ന പേരിലാണ് തകർത്താടിയത്. അമ്മമാരുടെ നൃത്തങ്ങളായിരുന്നു ചടങ്ങിൽ ഏറെ ശ്രദ്ധേയം. തിരുവാതിരയും സിനിമാറ്റിക് ഡാൻസും കോമഡി ഡാൻസുമെല്ലാം സദസ്സിലുള്ളവരും ഏറ്റെടുത്തു.
കുടുംബസംഗമം കൂടിയായി ഈണം മാറി. ഭർത്താക്കന്മാരുടെ നൃത്തവും കുട്ടികളുടെ കലാപരിപാടികളും ഇവിടെ അരങ്ങേറി. വന്നവർക്കെല്ലാം ഭാഗ്യസമ്മാനങ്ങളും ഭക്ഷണവും മലയാളി മോംസ് മിഡിൽ ഈസ്റ്റിന്റെ സംഘാടകർ ഒരുക്കിയിരുന്നു. കഥകൾക്കും കാഴ്ചകൾക്കും ഒട്ടും പഞ്ഞമില്ലാത്ത നാടാണ് ഗൾഫ് നാടുകൾ. ഇവിടെ ഒരുപാട് നല്ല വിശേഷങ്ങൾ ഇനിയും നമ്മളെ കാത്തിരിപ്പുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും ചെറിയ നല്ല കഥകൾ. ആ കഥകളും നമ്മളെ അറിയിക്കാൻ മറക്കരുത്. അറേബ്യൻ സ്റ്റോറീസിന്റെ മുൻ എപ്പിസോഡുകൾ കാണാൻ www.mathrubhuminews.in സന്ദർശിക്കുക. എല്ലാവർക്കും നന്മകൾ മാത്രം നേരുന്നു. ഇനി തണുപ്പുകാലമാണ്. നമുക്ക് ഒട്ടനവധി യാത്രകൾ പോകാനുണ്ട്. ആ യാത്രയ്ക്കായി ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.